ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. വേറെ ലെവൽ കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്ന് വെച്ചാൽ ഹേറ്റേഴ്സിനെല്ലാം പുള്ളി ഉഗ്രൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമല്ല, പുള്ളിയുടെ തിരക്കഥയുടെ ശക്തിയാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിഭാവത്തുകൾ വലിയ കൊട്ടാര സദൃശ്യമായ കൊട്ടാരങ്ങളോ അല്ലാതെ കോസ്റ്റ്യൂംസ് അതുപോലത്തെ അതിൻ്റെ ആഭരണങ്ങൾ അങ്ങനത്തെ ഉള്ള ഒരു പടമല്ല. യവനകഥ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ എടുത്തിരിക്കുകയാണ് പടം. അത് പുള്ളി വിജയിച്ച് ഹേറ്റേഴ്സിനൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് എന്ന് വെച്ചാൽ വലിയ കൊട്ടാര സദൃശ്യം, വലിയ യുദ്ധങ്ങൾ, വലിയ കപ്പൽ യുദ്ധങ്ങൾ അങ്ങനെയുള്ള പ്രദേശത്തൊന്നും പോകരുത്. ഇത് ചെറിയൊരു സെറ്റപ്പിലാണ് പടം പോകുന്നത്. ഒരു 3 കപ്പൽ, ഇവരുടെ ചെറിയൊരു കപ്പൽ ട്രോയ് യുദ്ധം കഴിഞ്ഞ്, അതായത് ട്രോയ് യുദ്ധം കഴിഞ്ഞ് രണ്ടാഴ്ച ഇവരുടെ നാട്ടിലേക്കുള്ള യാത്രയുള്ളൂ. പക്ഷേ ഇവർ ചെന്നെത്തുന്നത് ഏകദേശം 20 വർഷത്തോളം കടൽ യാത്ര, സാഹസിക കടൽ യാത്ര നടത്തിയാണ് ഇവരുടെ നാട്ടിൽ ചേരുന്നത്. ആ കഥയാണ് പറയുന്നത്. ഇതിനകത്ത് വലിയ രാക്ഷസന്മാർ വരുന്നു, ദേവതകളുടെ രക്ഷികളുടെ ദ്വീപ്, അങ്ങനെയൊക്കെ ഇതിനകത്ത് കഥകളുണ്ട്. പക്ഷെ അതൊന്നുമില്ല. നല്ല വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. ഒറ്റക്കണ്ണൻ രാക്ഷസനൊക്കെ അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാം. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പടം. പുള്ളിയുടെ ശക്തി പുള്ളി തെളിയിച്ചിരിക്കുന്നത്. അവസാനത്തെ ക്ലൈമാക്സിനൊക്കെ ഉണ്ടല്ലോ, കിട്ടില്ലായിട്ടാണ് മാറ്റ് ഡാമോൺ, അതായത് ഒഡീസി ആയിട്ട് അഭിനയിച്ച് മാറ്റ് ഡാമോൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ മകനായിട്ട് അഭിനയിക്കുന്ന ടോം ഹോളണ്ട്, എല്ലാവരും അവസാനത്തെ സീനൊക്കെ ഉണ്ടല്ലോ. ഡയലോഗൊക്കെ ഓർത്തപ്പോൾ ഞാൻ പണ്ട് ഗ്ലാഡിയേറ്റർ കണ്ടൊരു ഓർമ്മയാണ് എനിക്കത്. ഗ്ലാഡിയേറ്ററിനകത്ത് ലാസ്റ്റത്തെ സീനിൽ 2-3 ഡയലോഗൊക്കെ ഉണ്ട്. ആ ഒരു ഡയലോഗ് സീനൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ പറയാനില്ല. വേറെ ലെവൽ പുള്ളി തീർത്തിരിക്കുന്നു. അതിമാനുഷിത്വവും അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മനുഷ്യനെ സംഭവിക്കാവുന്ന, ഒരു സാധാ മനുഷ്യൻ സംഭവിക്കാവുന്ന ഒരു കഥകളാണ് കഥയാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത് ഒഡീസിയിലൂടെ. ഒരു നോളൻ ഈ പരിചയമില്ല. നോളന് വേറൊരു സ്റ്റൈലൊക്കെ, മറ്റേ സൈക്കോളജിക്കൽ ത്രില്ലറുകളാണല്ലോ നോളൻ്റെ മുഴുവൻ. അല്ലെങ്കിലും പുള്ളി ബഹിരാകാശത്തേക്ക് പോകും. പക്ഷേ ആ ഒരു സ്റ്റൈലല്ല, യവനകഥ, അതായത് ഹോമറിൻ്റെ യവനകഥയാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വേറെ ലെവലോട്ടോ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അങ്ങനെ ഒരു നമ്മൾ പണ്ട് ഞാനൊരു മലയാള സിനിമ, ഉറുമി എന്ന് പറഞ്ഞൊരു മലയാള സിനിമയില്ല, അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ വലിയ കൊട്ടാരങ്ങളോ വലിയ കോസ്റ്റ്യൂംസോ ഒന്നുമല്ല, സാധാ ഒരു രാജാവിൻ്റെ കഥ എങ്ങനെയാണ്, അതാണ് ഈ സിനിമയിലൂടെ അങ്ങനെ പറയുന്നത്. ഉറുമിയുടെ ഒരു സ്റ്റൈലിലൊക്കെയാണ് പടം പോകുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ നമ്മൾ വിചാരിക്കുന്ന പ്രൊഡക്ഷൻ കോസ്റ്റൊന്നും ഈ പടത്തിന് വന്നിട്ടില്ല. നന്നായിട്ടാണ് എന്ന് വെച്ചാൽ തിരക്കഥയുടെ ശക്തിയിൽ പുള്ളി പടം ചെയ്തിരിക്കുന്നു. വേറെ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുടുംബമായിട്ട് കാണാൻ ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അഡൽസ് ഉള്ളി പടമൊന്നുമല്ല. ഇച്ചിരി രക്തം ചീറ്റുന്ന അങ്ങനെയൊക്കെ സീനൊക്കെ ഉള്ളൂ. ധൈര്യമായിട്ട് പോയി കണ്ടു. ഐമാക്സിൽ നിന്ന് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഐമാക്സിൽ ഭയങ്കര ചാർജ്. ഞാൻ ഇന്നലെ നോക്കി 2200 രൂപ ആണ് ടിക്കറ്റ് ചാർജ് തന്നെ വരുന്നത്. അതുകൊണ്ട് ഒന്നരാഴ്ച കഴിഞ്ഞ് 1000 രൂപയ്ക്ക് ടിക്കറ്റ് കുറയും. 600-650 കുറയും. ആ സമയത്ത് ഏതായാലും ഒന്നും കൂടെ ഒന്ന് കാണണം. ലെവലോട്ടോ. അതിൻ്റെ ഈ BGM മ്യൂസിക് ഉണ്ടല്ലോ, വലിയ ചെവി പൊട്ടുന്ന ടൈപ്പൊന്നുമല്ല, സിമ്പിളായിട്ട് BGM ഒക്കെ ചെയ്ത് നല്ല കിടിൽ ഒരു റിയലിസ്റ്റിക് പടം ലോൺ എടുത്തിരിക്കുകയാണ്. വേറെ ലെവൽ. ധൈര്യമായിട്ട് കണ്ടു ഒഡീസി.